നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഹിംനൽ മെഡിറ്റേഷൻസ് ആണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാട്ടുകളുടെ പശ്ചാത്തലത്തിൽ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളെ ധ്യാനിക്കുവാൻ, അവന് മഹത്വം കരയേറ്റുവാനാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ സമയം വേർതിരിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ പാടി ചിന്തിക്കണം എന്നാഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഗാനമാണ്. ക്രിസ്തീയ കീർത്തനത്തിലെ 270 പാട്ട്. പുതിയ പുസ്തകത്തിൽ നമ്പർ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ പുസ്തകത്തിലെ ക്രിസ്തീയ കീർത്തനത്തിലെ 270 പാട്ടാണ്. എനിക്ക് ഏതു നേരത്തിലും ഏതിടങ്ങളിലും അവൻ മാത്രം ആശ്രയമേ എന്നുള്ള ആ പാട്ടാണ് ഇന്നത്തെ ധ്യാനത്തിന് ഞാൻ വിഷയീഭവിപ്പിക്കുന്നത്. ആ പാട്ട് ആമുഖമായി ഒന്ന് പാടിക്കൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാമെങ്കിലും എഴുതിയ ആള് ഒന്ന് പാടി കേൾക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ പാട്ടൊന്ന് പാടിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നടത്താം എന്നാഗ്രഹിക്കുന്നു. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ, അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ. അവനെന്റെ സങ്കേതവും അവനെന്റെ കോട്ടയുമായി, അവനെന്റെ സങ്കേതവും അവനെന്റെ കോട്ടയുമായി, അവൻ ചിറകിൽ എനിക്കഭയം, അവൻ ചിറകിൽ എനിക്കഭയം, അവൻ മാത്രമെന്നഭയം. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ, അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ. മരുഭൂപ്രയാണങ്ങളിൽ മരണത്തിൻ താഴ്വരയിൽ, മരുഭൂപ്രയാണങ്ങളിൽ മരണത്തിൻ താഴ്വരയിൽ അവനൊരുവൻ എനിക്കിടയൻ, അവനൊരുവൻ എനിക്കിടയൻ, പിരിയാത്ത നല്ലിടയൻ. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ, അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ. വഴിമാറി നടന്നിടുമ്പോൾ, വഴി കാണാതുഴറിടുമ്പോൾ, വഴിമാറി നടന്നിടുമ്പോൾ, വഴി കാണാതുഴറിടുമ്പോൾ, അവൻ വചനം എനിക്കു ദിനം, അവൻ വചനം എനിക്കു ദിനം, പണിദീപമെൻ വഴിയിൽ. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ,
അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ. കർത്തനെന്റെ സന്തോഷവും കർത്തനെന്റെ സംഗീതവും, കർത്തനെന്റെ സന്തോഷവും കർത്തനെന്റെ സംഗീതവും. അവൻ കൃപകൾ, അവൻ ദയകൾ, അവൻ കൃപകൾ, അവൻ ദയകൾ, ദിനം തോറുമെൻ സ്തുതികൾ. എനിക്കേതു നേരത്തിലും എനിക്കേതിടങ്ങളിലും അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ. അവൻ മാത്രമാശ്രയമേ, അവനേകനായകനേ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച എൻ്റെ ഒരു ഗാനമാണ് ഈ എനിക്കേതു നേരത്തിലും ഏതിടങ്ങളിലും എന്ന ഗാനം. മാരാമൺ കൺവെൻഷനിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ഗാനവും എനിക്കേതു നേരത്തിലും ആണ്. ഈ ഗാനവും മറ്റു പല ഗാനങ്ങളെ പോലെ ഒരു വലിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു ഗാനമാണ്. 1983 എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഒരു സ്നേഹിതയുടെ വിവാഹത്തിനായി നിരണം എന്ന സ്ഥലത്ത് ഞാൻ പോയി. നിരണത്ത് ഒരു ഇവാഞ്ചലിക്കൽ ചർച്ചിൽ വെച്ചായിരുന്നു കല്യാണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അനേക സ്നേഹിതർ മാവേലിക്കരയിൽ നിന്നുണ്ടായിരുന്നു. അന്നത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സർജനായിരുന്ന ഡോക്ടർ PT ചെറിയാൻ ഉൾപ്പെടെ എൻ്റെ കോളേജിലെ സുഹൃത്തുക്കളൊക്കെ ഉൾപ്പെടെ ഒത്തിരി പേര് ആ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനെത്തിയിരുന്നു. ഞങ്ങൾ ആദ്യത്തെ വിരുന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞ് റോഡിൽ അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. പള്ളിയുടെ വലിയൊരു മതിലുണ്ട്. ആ മതിലിന്റെ പുറത്താണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് റോഡിൽ നിന്നത്. പെട്ടെന്ന് ഒരു കാറ് ഇരച്ചു വരുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ നിന്ന ഭാഗത്തേക്കാണ് ആ കാർ ഇരച്ചു വന്നത്. എല്ലാവരും ചിതറി ഓടി, ഞാനും ഓടി. പക്ഷേ എൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് ആ കാർ വന്നത്. ആ കാറ് എൻ്റെ നടുവിനിടിച്ച് ഞാൻ തെറിച്ചു. പള്ളിയുടെ മതിലിൽ പോയി ഞാൻ ഇടിച്ചു നിന്നു. കാർ പുറകെ വന്ന് ആ മതിലിൽ ഇടിച്ചു. എല്ലാവരും അമ്പരന്ന് നിലവിളിച്ച് കോശി തലക്കൽ സ്വാറിയെ എന്ന് വിളിച്ച് ഒരു കൂട്ട നിലവിളിയാണ് അവിടെ ഉണ്ടായത്. കാരണം ഒരു കാറ് ഒരു മനുഷ്യനെ ഇടിച്ച് ഒരു മതിലിനോട് ചേർത്ത് വെച്ച് ഇടിച്ചാൽ ആ മനുഷ്യന്റെ ബാക്കി ഒന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ആ കാറിന്റെയും മതിലിന്റെയും ഇടയിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം, താങ്ക് യു ഗോഡ്, താങ്ക് യു ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരികയായിരുന്നു. എല്ലാവരും കൂടെ എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചു, എന്നെ പിടിച്ചു. ഡോക്ടർ PT ചെറിയാൻ വന്ന് പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു എത്രയും വേഗം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് എന്നെ മാവേലിക്കര PM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാണ് എന്നുള്ള ഒരു കാര്യമാണ്. നമ്മളെ കരുതുന്നവൻ, തൂവലുകൾക്കുള്ളിൽ നമ്മളെ കരുതുന്നവൻ. നമ്മൾ 91-ാം സങ്കീർത്തനത്തിൽ നിന്റെ ചിറകിൻ കീഴിൽ എന്ന് പറയുന്ന ആ വലിയ അനുഭവം, ചിറകിന്റെ അടിയിൽ നമ്മളെ കരുതുന്ന, കോഴി തന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ നമ്മളെ തന്റെ ചിറകടിയിൽ സൂക്ഷിക്കുന്ന ഒരു കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച ദിവസമാണത്. കാറിങ്ങനെ ഈ മൂലയോട് വന്നാണ് ഒരു കാറിന്റെ ഒരു ഹെഡ്ലൈറ്റ് ഇങ്ങനെ വന്ന് സ്ലാൻഡിങ് ആയിട്ട് വന്നാണ് ഇടിച്ചത്. അപ്പോൾ കാറിന്റെയും മതിലിന്റെയും ഇടയിൽ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ എയർ ഗ്യാപ്പിനുള്ളിലാണ് സ്വർഗത്തിലെ ദൈവം എന്നെ സൂക്ഷിച്ചത്. എൻ്റെ ശരീരത്തിൽ എൻ്റെ പുറയിൽ കാറ് വന്ന് ഇടിച്ചു എന്നുള്ളതല്ലാതെ മതിലിനോട് ചേർന്നിടിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിച്ചില്ല. ആ എയർ ഗ്യാപ്പിനുള്ളിൽ എൻ്റെ ദൈവം എന്നെ കരുതി. പെട്ടെന്ന് മറ്റൊരു കാറിൽ എന്നെ മാവേലിക്കര PM ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഡോക്ടർമാരൊക്കെ പരിശോധിച്ചു.
പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഫ്രാക്ചർ ഒന്നുമില്ല, ഒരു അവിടെ ഒരു ചെറിയ ചതവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 10-15 ദിവസത്തെ കംപ്ലീറ്റ് റെസ്റ്റ് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നെ സ്നേഹിച്ചിരുന്ന ഒരു ഹോമിയോ ഡോക്ടറുണ്ട്. അദ്ദേഹം ഈ വിവരം അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നു. രഹസ്യമായി എന്നെ ഒരു പൊതി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, വേറെ ഒന്നും മരുന്ന് കഴിക്കണ്ട, ഈ മരുന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിച്ചാൽ മതി, മറ്റൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഞാൻ 15 ദിവസം ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിശ്രമത്തിന് വന്നു. ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ പല സ്ഥാനങ്ങളും ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയമുണ്ട്, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയം. അന്ന് ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്ത്, രമേശ് ചെന്നിത്തലയുടെയൊക്കെ നാട്ടിൽ RSS കോൺഗ്രസ് സംഘർഷം ഉണ്ടായി, 1-2 പേര് മരിച്ച ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെ തുടർന്ന് ഭീകരാന്തരീക്ഷമായിരുന്നു ആ പ്രദേശത്തൊക്കെ. അന്ന് പ്രൊഫസർ MP മന്മഥൻ എന്ന് പറയുന്ന ഗാന്ധിയനായ ആ നേതാവ് ഒരു ശാന്തി യാത്ര നടത്തുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ചു. ഞാൻ കൺവീനറായി ഒരു ശാന്തി യാത്ര സംഘടിപ്പിച്ചു. അങ്ങനെ മാവേലിക്കര താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ് ചെന്നിത്തലയിലേക്ക് ഈ ശാന്തി യാത്ര പോകുന്നത് ഒരു ശനിയാഴ്ചയായിരുന്നു. ആ ശനിയാഴ്ച ഞാൻ മന്മഥൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്കൊരു കല്യാണത്തിന് പങ്കെടുക്കണം, അതുകൊണ്ട് ഞാൻ പോയിട്ട് വളരെ വേഗം തിരിച്ചെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കൺവീനറായിരുന്ന ഞാൻ, ആ ശാന്തി യാത്ര നയിക്കേണ്ട ഞാൻ, അത് ഒഴിവാക്കി ഈ വിവാഹത്തിന് പോവുകയായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. വിവരമറിഞ്ഞ് NB മന്മഥൻ സാർ എൻ്റെ ഭവനത്തിൽ വന്നു, എന്നെ കണ്ടു, ആശ്വസിപ്പിച്ചു. അനേക സ്നേഹിതന്മാർ എന്നെ വന്ന് ആശ്വസിപ്പിച്ചു. അങ്ങനെ ആ കിടപ്പിൽ കിടക്കുമ്പോൾ എൻ്റെ ഒരു സഹ അധ്യാപിക എന്നെ സന്ദർശിക്കുവാൻ വന്നിരുന്നു. അവർ വന്നതിന് ശേഷം വീട്ടിൽ ചെന്ന് അവരുടെ ഭർത്താവും എൻ്റെ സഹാധ്യാപകനാണ്. അവിടെ ചെന്ന് പറഞ്ഞു, കോശിത്തലയ്ക്ക സാറിനെ വലിയ അപകടത്തിൽ നിന്നും ദൈവം കാത്തു സൂക്ഷിച്ചു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ചിരിയോടുകൂടെയാണ് ഓർക്കുന്നത്. അപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞു അത്രേ, അങ്ങനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ അപകടം കൂടാതെ സാറിനെ സൂക്ഷിക്കാമായിരുന്നില്ലേ എന്ന്. നമ്മുടെ സാധാരണ മനുഷ്യന്റെ ചിന്ത അങ്ങനെയൊക്കെയാണ് വാസ്തവത്തിൽ. നമ്മുടെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് യേശു കർത്താവ് പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടതയിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നിടത്താണ് നാം ഏറ്റവും വലിയ ധന്യത അനുഭവിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴാണ് നമ്മുടെ കഷ്ടതയുടെ ഇല്ലായ്മയിലല്ല, കഷ്ടതയുടെ മധ്യത്തിലെ ദൈവത്തെ കാണുവാൻ, ദുഃഖത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ കാണുവാൻ, വേദനയുടെ മധ്യത്തിൽ നമ്മോട് കൂടെ വേദനിക്കുന്ന ദൈവത്തെ കാണുവാൻ, കല്ലറയ്ക്കൽ കരയുന്ന യേശുവിനെ മാർത്തയുടെയോടും മറിയോടെ ഒപ്പം കല്ലറയ്ക്കൽ നിന്ന് കരയുന്ന യേശുവിനെ കാണുവാൻ നമുക്ക് കഴിയണം. ലാസർ മരിക്കേണ്ടത് ഒരാവശ്യമായിരുന്നു. ആ മരണം അനിവാര്യമായ ഒരു മരണമായിരുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനുള്ള ഒരു മരണമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേർപാടുകളൊക്കെ അത് ദൈവ നിശ്ചയപ്രകാരം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉണ്ടാവുന്നതാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ, ഈ വേദനയുടെ മധ്യത്തിൽ, വേർപാടിന്റെ മധ്യത്തിൽ, ദുഃഖത്തിന്റെ മധ്യത്തിൽ, അപകടങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവം. എൻ്റെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളുണ്ടായി. ഏറ്റവും അവസാനം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്നെ വിട്ടുപോയപ്പോൾ അവിടെയും ധൈര്യത്തോടെ നിൽക്കുവാൻ, ആ ശിരസിൽ തലോടിക്കൊണ്ട്, എൻ്റെ കൈകൊണ്ട് തലോടിക്കൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയതമയെ യാത്ര അയക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. I experienced the presence of my Jesus. എൻ്റെ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച നിമിഷങ്ങളാണ്. ഞാൻ ധൈര്യത്തോടെ നിന്ന്. കുഞ്ഞുങ്ങൾ വിചാരിച്ചു ഡാഡി താഴെ വീണു പോകും. പക്ഷേ I could stand, I could face it because the power of Jesus Christ. യേശു കർത്താവിന്റെ ശക്തിയിൽ അതിനെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തരികയുണ്ടായി. അപ്പോൾ എൻ്റെ സ്നേഹിതൻ പറഞ്ഞത്,
ഈ അപകടം കൂടാതെ സാറിനെ രക്ഷിക്കാമായിരുന്നില്ല എന്നുള്ള. എന്നാൽ ഞാൻ അറിയുന്നത് അപകടത്തിന്റെ മധ്യത്തിൽ എന്റെ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന്റെ സന്തോഷമാണ്. ഞാൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പാടിയതാണ് ഈ പാട്ട്. എനിക്ക് ഏതു നേരത്തിലും ഏതിടങ്ങളിലും അവൻ മാത്രം ആശ്രയമേ, അവൻ ഏകനായകനെ എന്നുള്ള ഈ ഗാനം. അതിന്റെ ഓരോ സ്റ്റാൻസയും ആ വിധത്തിലുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള അവൻ എന്റെ സങ്കേതവും അവൻ എന്റെ കോട്ടയുമായി, അവൻ ചിറകിൽ എനിക്ക് അഭയം, അവൻ മാത്രമൻ അഭയം. ഞാൻ എൻ്റെ പാട്ടുകൾ എഴുതുമ്പോൾ എപ്പോഴും ബൈബിൾ വേഴ്സസ് ആണ്. കഴിയുമെങ്കിൽ അത് പാരഫ്രൈസ് ചെയ്ത് അത് കാവ്യാത്മകമാക്കി അത് എഴുതുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ എന്ന പാട്ടിന്റെ 3 സ്റ്റാൻസയും ബൈബിളിലെ 3 വാക്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാം, അവൻ എന്റെ സങ്കേതമാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് എന്നുള്ള സങ്കീർത്തന വാക്യമാണ് എന്റെ ഓർമ്മയിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ പാടിയത്. അവൻ എന്റെ സങ്കേതവും അവൻ എന്റെ കോട്ടയുമായി, അവൻ ചിറകിൽ എനിക്ക് അഭയം, അവൻ ചിറകിൽ എനിക്ക് അഭയം, അവൻ മാത്രം എൻ അഭയം എന്ന്. കർത്താവിന്റെ ിലുള്ള നമ്മുടെ അഭയസ്ഥാനത്തിന്റെ ആ മഹത്വം, അവൻ മാത്രമാണ്. മറ്റൊരു അഭയസ്ഥാനം നമുക്കില്ല. നമ്മുടെ അഭയസ്ഥാനം യേശു കർത്താവ്. നമ്മുടെ കഷ്ടങ്ങളിൽ, വേദനകളിൽ, പ്രയാസങ്ങളിൽ ഒന്ന് മാറിയിരുന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ധ്യാനിച്ചേ, ഒന്ന് മുട്ടിന്മേൽ നിന്ന് അവന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചേ. തീർച്ചയായും നമ്മൾ അനുഭവിക്കുന്നത് ഒരു അഭൗമികമായ, ഒരു സ്വർഗീയമായ സമാധാനമാണ് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്ന നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ള ചിന്തയോടുകൂടെയാണ് ഞാൻ ആ 1-ാമത്തെ സ്റ്റാൻസ് എഴുതിയത്. അവൻ എന്റെ സങ്കേതവും അവൻ എന്റെ കോട്ടയാണ്, അവൻ ചിറകിൽ നമുക്ക് അഭയം, അവൻ മാത്രം എൻ അഭയം എന്ന്. നമ്മളുടെ ഈ ജീവിതയാത്ര ഒരു മരുഭൂപ്രയാണമാണ് എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന് ശേഷം അവർ നടത്തിയ മരുഭൂയാത്ര, ആ മരുഭൂയാത്രയുടെ തുടർച്ചയാണ് നമ്മളുടെ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ഈ മരുഭൂപ്രയാണം. മരുഭൂപ്രയാണം അന്ന് മാത്രം നടന്ന ഒരു സംഭവമല്ല, അത് അവിടെ അവസാനിച്ചില്ല. മരുഭൂപ്രയാണം, ഡെസേർട്ട് വാണ്ടറിങ്, ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസികളുടെ ജീവിതത്തിലൂടെ ഈ മരുഭൂപ്രയാണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നർത്ഥം. അല്ലാതെ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ച ഇസ്രായേൽ മക്കൾ സ്വന്തം സ്ഥലങ്ങളൊക്കെ അവകാശപ്പെട്ട് അവിടെ കുടിപാർപ്പ് ആരംഭിച്ചത് കൊണ്ട് മരുഭൂപ്രയാണം അവസാനിക്കുന്നില്ല. പുതിയ ഇസ്രായേലായ നാം ഒരു മരുഭൂപ്രയാണത്തിലാണ്. നാം വാഗ്ദത്ത ഭൂമിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. വാഗ്ദത്ത ഭൂമിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അതൊരു തുടർക്കഥയാണ്. ആ യാത്ര ഒരു തുടർക്കഥയാണ്. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാമിന്റെ യാത്ര. എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു ചിന്തയാണ് അത്. വാസ്തവത്തിൽ അബ്രഹാം എന്ന് പറയുന്ന പണ്ഡിതനായ ദൈവഭക്തനായ മനുഷ്യൻ, സ്വർഗത്തിലെ ദൈവത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ, ജീവിതയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ എവിടെയും അബ്രഹാമിന്റെ യാത്ര അവസാനിക്കുന്നില്ല. ആ അബ്രഹാം നടത്തിയ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് ആ പ്രത്യാശയോടുകൂടിയുള്ള അബ്രഹാമിന്റെ യാത്ര, നിരന്തരമായ യാത്ര, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വിശ്വാസ സമൂഹത്തിലൂടെ, ഇസ്രായേൽ മക്കളിലൂടെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് പുതിയ ഇസ്രായേലായ നമ്മിലൂടെ ആ വിശ്വാസയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കർത്താവിന്റെ വരവ് വരെയും കൃപായുഗത്തിന്റെ അവസാന നിമിഷം വരെയും ഈ യാത്ര, ഈ മരുഭൂപ്രയാണം നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. മരുഭൂപ്രയാണത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ നമ്മുടെ വിശ്വാസയാത്രയിലും ഉണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് മരുഭൂപ്രയാണം നമ്മളുടെ യാത്രയെ കുറിച്ച് പറയുന്നത്. ഇസ്രായേൽ മക്കൾ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു, ഇസ്രായേൽ മക്കൾക്ക് വിശന്നു, ഇസ്രായേൽ മക്കൾ അപ്പത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയും മാംസത്തിന് വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയും കരഞ്ഞു നിലവിളിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്തിയവരാണ്. നമുക്കറിയാം. എല്ലാ പ്രതിസന്ധികളിലൂടെയും യാത്ര ചെയ്തവരാണത്. കടലിലൂടെ, സമുദ്രത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു അവർക്ക്.
നമ്മുടെ മരുഭൂപ്രയാണവും അതുപോലെ കഷ്ടതകൾ നിറഞ്ഞതാണ്, വേദനകൾ നിറഞ്ഞതാണ്, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നിറഞ്ഞതാണ്. പ്രതിസന്ധികൾ. ഞാൻ ഈയിടെ എഴുതിയ നോവലിൽ പറയാറുണ്ട്, പ്രതിരോധങ്ങളിൽ, പ്രശ്നങ്ങളിലൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് മരുഭൂപ്രയാണം എന്ന് പറയുന്ന യാത്ര. അത് ഇസ്രായേൽ മക്കളുടെ യാത്ര മാത്രമായിരുന്നില്ല. പുതിയ ഇസ്രായേലായ എന്റെയും നിങ്ങളുടെയും യാത്രയിലും ഈ മരുഭൂപ്രയാണത്തിൽ നമുക്ക് വേദനകളും പ്രയാസങ്ങളും ദാഹങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വേർപാടുകളും ഒക്കെ ഉണ്ട്, അത് ഓർക്കണം. എന്നാൽ ആ ഒരു സിമ്പിൾ മരുഭൂമി എന്ന് പറയുന്ന ആ ഡെസേർട്ട്, വിൽഡേർനെസ് എന്ന് ബൈബിളിൽ പറയുന്ന പ്രയോഗം, വിൽഡേർനെസ്, ആ വിൽഡേർനെസ്സിലൂടെയുള്ള നമ്മുടെ യാത്ര, അതിനെ ഓർത്തുകൊണ്ടാണ് മരുഭൂപ്രയാണങ്ങളിൽ മരണത്തിൻ താഴ്വരയിൽ. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടക്കുമ്പോൾ, യോർദാൻ കടക്കുമ്പോൾ അവരുടെ നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാണൻ കയ്യിലെടുത്തുകൊണ്ടായിരിക്കും അവർ നടന്നത്. കർത്താവ് അവർക്ക് വഴിയൊരുക്കുന്നുണ്ടെങ്കിൽ പോലും കടലിലൂടെ നടക്കുന്ന, നമുക്കറിയാം അവരുടെ പിന്നാലെ വന്ന ഫറവോന്റെ സൈന്യവും അവന്റെ തേരും രഥങ്ങളും എല്ലാം കടലിന്റെ ആഴങ്ങളിൽ വിസ്മൃതമായി. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു ഖനനത്തിൽ ഈ പഴയ ഇരുമ്പ് രഥങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ കടലിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ അത് ഈ ലോകം മനസ്സിലാക്കുന്ന ഒരു സത്യം അതാണ്. അവര് പറഞ്ഞു, ഇത് ഈ ഇരുമ്പ് രഥങ്ങളും അതിന്റെ ചക്രങ്ങളും ഒക്കെ പണ്ട് ഈ കടലിൽ ആഴ്ന്നുപോയ ഫറവോന്റെ ഇരുമ്പ് രഥങ്ങളുടെ ചക്രങ്ങളാവാനേ സാധ്യതയുള്ളൂ. ഇത് ചരിത്രമാണ് സഹോദരങ്ങളെ, ഇത് കെട്ടുകഥയല്ലല്ലോ, ഇത് ഒരു ഫിക്ഷൻ അല്ല, ഇത് വെറും ഐതിഹ്യ കഥകളല്ല, ഇതൊക്കെ ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്ര സത്യത്തെ നാം നിഷേധിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലും ഈ ചരിത്ര സത്യങ്ങളൊക്കെ ഇന്നുമുണ്ടെന്ന് ഓർക്കണം. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ ഈ മരുഭൂപ്രയാണത്തിൽ നേരിടുന്ന മരണത്തിന്റെ താഴ്വരയിലും അവൻ എന്നെ താങ്ങുന്നു. എന്താണ് കൂരിരുൾ താഴ്വരയിൽ? 23-ാം സങ്കീർത്തനം എത്ര മനോഹരമായ, ജീവിതത്തിന്റെ സകല മേഖലകളെയും ഒരുപോലെ സ്പർശിക്കുന്ന, ആ സകല മേഖലകളെയും സ്പർശിക്കുന്നുവെന്ന് മാത്രമല്ല, ആ സകല മേഖലകൾക്കും ആശ്വാസം പകരുന്ന ഇതുപോലെ ഒരു സങ്കീർത്തനം വേറെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഭക്തനായ മനുഷ്യൻ, the world has never seen such a capsule of power എന്ന, ഇതുപോലെ ശക്തിയുടെ ഒരു ക്യാപ്സൂൾ ലോകം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. The world has never seen such a capsule of power. അതാണ് 23-ാം സങ്കീർത്തനം. അവിടെ പറയുന്നു, ഞാൻ മരണത്തിന്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്യുമ്പോഴും നീ എനിക്ക് മറവിടമായിരിക്കുന്നു. ഞാൻ പാടി, മരുഭൂപ്രയാണങ്ങളിൽ മരണത്തിൻ താഴ്വരയിൽ അവനൊരുവൻ എനിക്കിടയൻ, ആ പിരിയാത്ത നല്ലിടയൻ, പിരിയാത്ത നല്ലിടയൻ. അവൻ കൂട്ടുവന്നിട്ട് ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന്. അവിടെ യേശു കർത്താവ് വാതിൽക്കൽ മുട്ടുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള മനോഹരമായ ഒരു ചിന്തയുണ്ട്. അത് ചിന്ത ഇതാണ്, കർത്താവ് വാതിൽക്കൽ ഒന്ന് മുട്ടി തുറന്നില്ല എങ്കിൽ പോവും, എന്നാ പിന്നെ വരാം, പിന്നെ വന്ന് മുട്ടാം എന്ന് വിചാരിക്കുന്നതല്ല. He keeps on knocking. He keeps on standing at the door of your heart. നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ അവൻ നിന്നുകൊണ്ട് മുട്ടി വിളിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. He never leaves that place. അവൻ ഒരിക്കലും ആ പ്രദേശം നിന്റെ വാതിൽ വിട്ടുപോകുന്നില്ല. യേശുവിനെ അറിഞ്ഞവരുടെയും അറിയാത്തവരുടെയും, അറിഞ്ഞവരുടെ ഹൃദയത്തിനുള്ളിൽ അവനുണ്ട്. അറിയാത്തവർ, അവർ ക്രൈസ്തവരാവട്ടെ അക്രൈസ്തവരാവട്ടെ, ദൈവത്തെ അറിയാത്തവരാവട്ടെ, യുക്തിവാദിയാകട്ടെ, ആരുമാവട്ടെ, ജീസസ് ഈസ് there at the door of their heart. അവരുടെ ഹൃദയത്തിന്റെ വാതിലിൽ യേശു ഉണ്ട്. He keeps on knocking, knocking, knocking. ഇതാണ് യേശു, ഇതാണ് യേശു, പിരിയാത്ത നല്ലിടയൻ. ഹല്ലേലൂയ. പിരിയാത്ത നല്ലിടയൻ, നമ്മളെ വിട്ടുപോകുന്നവനല്ല. നമ്മൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു മാറിപ്പോകുന്ന കർത്താവല്ല. He is always with us. അതുകൊണ്ടാണ് അവൻ പറഞ്ഞ്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ, I will be with you even to the end of the world. ലോകത്തിന്റെ അവസാനം വരെയും
ഞാൻ നിങ്ങളോട് കൂടെ. വാക്ക് തന്നവൻ മാറാത്തവൻ. ഹല്ലേലൂയ. മാറാത്തവനായിട്ടുള്ള ഒരു കർത്താവ്, പിരിയാത്ത നല്ലിടയൻ, ആടുകളെ മേയ്ക്കുന്നവൻ. നമ്മൾ ആടുകളാണ്. നമ്മളെ അവൻ മുമ്പേ നടന്ന് നയിക്കുകയാണ്. ശത്രുവിൽ നിന്ന്, വന്യമൃഗങ്ങളിൽ നിന്ന് നമ്മളെ അവൻ സൂക്ഷിക്കുകയാണ്. ആടുകളുടെ ഇടയനാണ് അവൻ, നല്ല ഇടയനാണ്. ഗുഡ് ഷെപ്പേർഡ്. ഞാന് കിടക്കാൻ നേരത്ത് എന്റെ മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം കിടക്കുമ്പോൾ കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ 23-ാം സങ്കീർത്തനം ഇംഗ്ലീഷിൽ ചൊല്ലും. എന്നിട്ട് ഞാൻ എന്റെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി പറയും, ജീസസ്, യു ആർ മൈ ഗുഡ് ഷെപ്പേർഡ്. ജീസസ്, യു ആർ മൈ ഗ്രേറ്റ് ഷെപ്പേർഡ്. നീ എന്റെ നല്ല ഇടയനാണ്. നീ എന്റെ വലിയ ഇടയനാണ്. നീ എന്റെ you are the shepherd of my heart. You are the shepherd of my body and mind. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. ശാന്തമായി കണ്ണടച്ച് കിടക്കും. കർത്താവിന്റെ കരങ്ങളിൽ രാത്രി കാലങ്ങളിൽ വിശ്രമിക്കുക. മയങ്ങാത്ത ഉറങ്ങാതെ എന്നെയും നിന്നെയും കാത്തു പരിപാലിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ, അവന്റെ ചിറകടിയിൽ രാത്രി വിശ്രമിക്കുവാൻ കർത്താവ് സഹായിക്കും. അതുകൊണ്ട് പിരിയാതെ നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാത്ത ഒരു കർത്താവിനെ കുറിച്ച് ഞാൻ അന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പാടി, അവൻ പിരിയാത്ത നല്ലിടയനാണ് എന്ന്. 3-ാമത്തെ സ്റ്റാൻസയിൽ വഴിമാറി നടന്നിടുമ്പോൾ, വഴി കാണാതെ ഉഴറിടുമ്പോൾ അവൻ വചനം എനിക്കഭയം, എനിക്കു ദിനം, മണിദ്വീപമേൻ വഴിയിൽ. നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. ഞാൻ ഒത്തിരി വഴി മാറിപ്പോയ ഒരു വ്യക്തിയാണ്. എന്റെ കർത്താവിനെ മറന്നു ജീവിച്ച ഒരു കാലം. 10-ാമത്തെ വയസ്സിൽ അവന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവനാണെങ്കിലും എന്റെ ആത്മീക ലക്ഷ്യങ്ങൾ സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ ആത്മീയ മേഖലയ്ക്ക് കൊള്ളാത്തവനാണെന്ന് ഒരു പുരോഹിതൻ പറഞ്ഞപ്പോൾ കൊള്ളാവുന്ന വഴി തേടി പോയവനാണ് ഞാൻ. ഒത്തിരി നാൾ അതിന്റെ പിന്നാലേക്ക് വഴിമാറി നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്റെ പാട്ടുകളൊക്കെ പാടുമ്പോൾ എന്റെ മാനസാന്തരത്തിന്റെ അനുഭവത്തെ ഞാൻ അറിയാതെ അനുസ്മരിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വഴിമാറി നടന്നിടുമ്പോൾ, തെറ്റായ വഴിയിലൂടെ പോകുമ്പോൾ എന്താണ് വഴി കാണാതെ. നമുക്കറിയാം, ആടുകളുടെ കഥ അറിയാമല്ലോ. ആടുകളെ പോലെ നിഷ്കളങ്കമായ ഒരു മൃഗം വേറെ ഇല്ലെന്നാ പറയുന്നത്. അത് ഈ പോകുന്ന വഴിയിലെല്ലാം ഇല കടിച്ച് പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അത് പോകുന്ന വഴി അതിന് തിരിച്ചറിയത്തില്ല. ഈ ഇല കടിച്ചു പോകുന്ന ഉടനെ ആ തിരിച്ചു വരുമ്പോൾ ആ കടിച്ച ഇല നോക്കിയാണ് അത് മടങ്ങുന്നത്. അതിന്റെ വഴി അറിയാത്ത ഒരു മൃഗമാണ്, പാവപ്പെട്ട ഒരു മൃഗമാണ് വാസ്തവത്തിൽ ഈ ആടെന്ന് പറയുന്നത്. അതിനെ നയിക്കുന്നത് ഇടയനാണ്. ഇടയൻ മുമ്പിൽ നിന്ന് നയിച്ചില്ലെങ്കിൽ ഇടയൻ പോകുന്ന വഴിയിലൂടെ കണ്ണുമടച്ച് അങ്ങ് പോവുകയാണ് ഈ ആടുകൾ. നമ്മൾ കർത്താവിന്റെ ആടുകളാണെങ്കിൽ നാം കണ്ണുമടച്ച് അവന്റെ പിന്നാലെ പോകണം. നല്ല ഇടയൻ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള നിശ്ചയത്തിൽ അങ്ങനെ പോകണം. അപ്പോൾ ഞാൻ ഇവിടെ പാടിയതാണ്, ഞാൻ വഴിമാറിപ്പോയ കാലങ്ങളിൽ എന്റെ കർത്താവിന്റെ വചനമാണ് എന്നെ അവന്റെ മണിദീപമായി എന്റെ മുമ്പിൽ നിന്നത്. നമ്മുടെ കാലുകൾക്ക് പ്രകാശം, നമ്മുടെ കാലുകൾക്ക് ദീപമായി പ്രകാശമായി വരുന്ന 119-ാം സങ്കീർത്തനക്കാരൻ പാടുന്ന അവന്റെ വചനം എന്റെ കാലിന് ദീപം, എന്റെ പാതയ്ക്ക് പ്രകാശം. ആ പ്രകാശം എന്നുള്ളതിനെ ഞാൻ ഇച്ചിരി സൗന്ദര്യാത്മകമായി പറഞ്ഞതാണ്. മണിദീപമാണ് അവന്റെ വചനം എന്റെ മുമ്പിൽ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വഴിമാറി പോകുമ്പോൾ നമ്മളെ നേരെയുള്ള വഴിയിലേക്ക് നയിക്കുന്ന നല്ല ഇടയനായ യേശു, നമ്മൾ വഴിയറിയാതെ ഉഴന്നു നടക്കുമ്പോൾ നേരെയുള്ള വഴിയിലേക്ക് നമ്മളെ നയിക്കുന്നവനായ യേശു, അവന്റെ മുറിപ്പാടുകളിലൂടെയാണ് അവൻ നമ്മെ നയിക്കുന്നത്. ആട് ഇല കടിച്ചു പറിച്ചു പോകുന്നത് ആ മുറിവ് കണ്ടാണ്, ഇലയുടെ മുറിവ് കണ്ടാണ് ആടുകൾ മടങ്ങി വരുന്നത്. ശ്രദ്ധിക്കുക, ആ ഇലയുടെ മുറിവ് കണ്ടാണ് ആട് മടങ്ങി വരുന്നത്. നമ്മൾ മടങ്ങി വരേണ്ടത് കാൽവറിയിൽ തകർക്കപ്പെട്ട എന്റെ യേശുവിന്റെ ആണിപ്പഴുതുകളിലൂടെ, ആ യേശുവിന്റെ അവന്റെ പുറത്ത് ഉണ്ടായ ആ ചാട്ടവാറിന്റെ അടിമൂലമുണ്ടായ ആ പാടുകളിലൂടെ, ആ മുറിപ്പാടുകളിലൂടെ വേണം, ആ അടയാളം തേടി വേണം നമ്മൾ മടങ്ങി വരേണ്ടത് എന്നർത്ഥം. യേശുവിന്റെ മുറിപ്പാടുകൾ കണ്ട് മടങ്ങി വരുവാൻ
എൻ്റെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് വഴിമാറി നടക്കുമ്പോൾ വചനം നമുക്ക് മണിദീപമായി തീരുന്നു. അവന്റെ വചനം നമ്മളുടെ ദീപമായി എന്നും നമ്മുടെ ജീവിതത്തിൽ പ്രശോഭിക്കട്ടെ എന്ന് സംഗ്രഹിച്ച ആ പാട്ട് എല്ലാം കൂടെ സംഗ്രഹിച്ച് പറയുന്ന ഭാഗമാണ് അവസാനത്തേത്. കർത്തനന്റെ സന്തോഷവും കർത്തനന്റെ സംഗീതവും. ഹീസ് മൈ സോങ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് സോങ്. ഗ്രേസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് സോങ്. അതിൽ മലയാളത്തിൽ സംഗീതം എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ സംഗീതം എന്ന് പറയത്തില്ല, സംഗീതം എന്നേ ഞാൻ പറയത്തുള്ളൂ. സംഗീതം, അങ്ങനെയാണ് അത് പറയേണ്ടത്. സംഗീതം. പാട്ട് പാടുമ്പോഴും സംഗീതം എന്നാണ് പറയേണ്ടത്. അത് അത്രയും മനോഹരമായ ഒരു ശബ്ദം മലയാളത്തിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സംഗീതം പോലെ. അതുകൊണ്ട് അവനെന്റെ സന്തോഷമാണ്. ഹീസ് മൈ ജോയ്, ഹീസ് മൈ സോങ്. കർത്താവിന്റെ ബലവും സംഗീതവുമാണെന്ന് മോശ പാടിയപ്പോൾ യഹോവയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചെങ്കടൽ കടന്നപ്പോൾ മോശ പാടി. അത് തന്നെ 18-ാം സങ്കീർത്തനത്തിൽ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ എൻ്റെ ബലവും എൻ്റെ സംഗീതവും. ഞാനൊരു പാട്ടിൽ കർത്താവിന്റെ ബലവും സംഗീതവും എന്ന് എഴുതിയപ്പോൾ നാട്ടുകാരെല്ലാം പാടുന്നത് കർത്താവിന്റെ ബലവും സംഗീതവും. പാട്ടുകാരൻ എഴുതുന്നതല്ല ഇവരെ ശ്രദ്ധിക്കുന്നത്. കർത്താവിന്റെ ബലവും സംഗീതവും എന്ന് ഞാൻ എഴുതി. മാരാമണ്ണം എന്ന ഒരു പ്രസിദ്ധമായ ഗാനമാണ്, കർത്താവിന്റെ ബലവും സംഗീതവും എന്ന്. പക്ഷെ പലരും പാടുന്നത് കർത്താവിന്റെ ബലവും സങ്കേതവും. അത് വേറെ വാക്യം. പക്ഷെ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടെ? മോശ പാടിയതാണല്ലോ ഇത്. 118-ാം സങ്കീർത്തനക്കാരൻ 118-ാം സങ്കീർത്തനം പാടിയതാണല്ലോ അത്. കർത്താവിന്റെ ബലവും സംഗീതവുമാണെന്ന്. പിന്നെ എന്തുകൊണ്ട് സംഗീതം എന്ന് പാടുന്നില്ല? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മനോഹരമായ ശബ്ദം, കർത്താവിന്റെ സന്തോഷം. ഹീസ് മൈ ജോയ് ആൻഡ് ഹീസ് മൈ സോങ്. അവൻ എൻ്റെ സംഗീതമാണ്. അവൻ കൃപകൾ, അവൻ ദയകൾ ദിനംതോറും ഞാൻ സ്തുതിക്കും. അതല്ലാതെ ആ കൃപകളെ കുറിച്ച്, അവന്റെ ദയയെക്കുറിച്ച്, ഗ്രേസ് ആൻഡ് കൈൻഡ്നസ്, അതിനെക്കുറിച്ചല്ലാതെ നമുക്ക് എന്താണ് അവനെ സ്തുതിക്കാനുള്ളത്? വസ്തു അവന്റെ ദയകളെയും അവന്റെ കൃപകളെയും കുറിച്ച് സ്തുതിച്ച് അവനെ മഹത്വപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ ആ പാട്ട് പൂർത്തിയാക്കി. അത് ആ വർഷത്തെ മാരാമൺ കൺവെൻഷനിൽ ആദ്യമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, മാരാമൺ കൺവെൻഷനിൽ ഞാൻ ഈ പാട്ടുകൾ 2-3 പാട്ടുകൾ കൊണ്ടുകൊടുത്തു. അന്ന് അവിടെ KP ഫിലിപ്പ് അച്ഛന് ആണെന്ന് തോന്നുന്നു ഡയറക്ടറായിരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ അറിയാനുള്ള താല്പര്യം കൊണ്ട് ആദ്യമായി ഒരു മാരാമൺ കൺവെൻഷന് കൊടുത്ത പാട്ടുകളാണ്. അതെല്ലാം എടുത്തോട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ ചെന്നു. പഴയ പുലാത്തിനിൽ ചെന്ന് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാറിന്റെ പാട്ടുകളൊക്കെ വളരെ നല്ല മനോഹരമായ പാട്ടുകളാണ്, പക്ഷെ അതൊന്നും കൺവെൻഷന് പാടാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് സെലക്ഷനെ കുറിച്ചൊന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ ആ വർഷം സെലക്ട് ചെയ്ത പാട്ടാണ് എനിക്ക് ഏതു നേരത്തിലും ഏതിടങ്ങളിലും. ആ പാട്ടാണ് ക്രിസ്തീയ കീർത്തനങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച എൻ്റെ ഗാനങ്ങൾ. ഇന്ന് 5 ഗാനങ്ങൾ ക്രിസ്തീയ കീർത്തനങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാർത്തോമാ സഭ എന്നോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ആദരവും ഞാനെന്നും സന്തോഷത്തോടെയാണ് ഓർക്കുന്നത്. ഈ ഒരു പാട്ട് വന്നപ്പോൾ തന്നെ ഞാൻ എന്തുമാത്രം ആനന്ദിച്ചു. അപ്പോൾ 5 പാട്ട് സഭ എനിക്ക് എന്നെ മാനിച്ചിട്ടുണ്ട്. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഏതു നേരത്തിലും ഏതിടങ്ങളിലും അവൻ മാത്രം ആശ്രയമേ, അവനേക ആശ്രയമേ. നമുക്കും ജീവിതത്തിലെമ്പാടും പാടിക്കൊണ്ട് ഈ വിശ്വാസയാത്ര തുടരാം. അതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമേൻ. സമാപന ഗാനത്തിനായിട്ട് എലിസബത്ത് ബിജു പ്ലീസ്. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന
നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയാതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി എന്നേശുപരാ. താങ്ക് യു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കാവലും നാം എല്ലാവരുടെയും കൂടെ ഇപ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. കോശത്തിൽക്കൽ സാറേ, ഈ പാട്ട് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് അല്ല, പാട്ട് പല പ്രാവശ്യം പാടിയിട്ടുണ്ട്. അതിന്റെ അടിയില് സാറിന്റെ പേര് എഴുതിയിട്ടുണ്ടെന്ന് ഇപ്പൊ എടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത്. വലിയ അത്ഭുതമായിരുന്നു. ബാക്കി 5 പാട്ട് ഞാൻ കണ്ടുപിടിച്ചോളാം. ബാക്കി എത്രയോ പ്രാവശ്യം ഇത് പാടി പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടിയിലത്തെ പേര് ഇതുവരെ ശ്രദ്ധിക്കാതെ പോയല്ലോ. അത് വലിയൊരു സങ്കടമായിട്ട് തോന്നി. എത്രയോ വർഷമായിട്ട് ആ പേരവിടെ കിടക്കുന്നു. അതാ